എല്ലാവർക്കും നമസ്കാരം. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥ എന്നത് വളരെ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഞാനൊക്കെ കോളേജ് ക്യാമ്പസിൽ പഠിക്കുമ്പോൾ വളരെ വലിയ വർദ്ധിത വീര്യത്തോടു കൂടി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പല സമരങ്ങളും വിജയിപ്പിച്ചെടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു SFI. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് SFIയിൽ പ്രവർത്തിച്ചിരുന്ന പല ആൾക്കാരും അക്കാഡമിക്കായിട്ട് തന്നെ വളരെ വലിയ നിലവാരം പുലർത്തിയിരുന്ന ആൾക്കാരാണ്. കോളേജിൻ്റെ ക്വിസ് ടീമുകളിലും ഒക്കെ പങ്കെടുത്തിരുന്ന ആൾക്കാരൊക്കെ തന്നെ അന്ന് SFIയിൽ ഉണ്ടായിരുന്നു. SFIയുടെ ഭാരവാഹികളുമായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ നിന്ന് SFIക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മൂല്യച്യുതി എന്നത് വളരെ ദൃശ്യമാണ്. നമുക്ക് പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന SFI പ്രതിനിധികളുടെ നിലവാരം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം അവർ ആശയപരമായിട്ട് ഒരു പോർമുഖം ഗവർണർക്കെതിരെ തുറക്കുന്നു. അതിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അത് ജനാധിപത്യപരം എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ചില ഡിമാൻഡുകളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാലും അതിൽ യാതൊരു വിധത്തിലുള്ള വെള്ളവും കലർത്തുന്നില്ല എന്നുള്ള രീതിയിൽ അവർ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അവസാനം അതിലെല്ലാം തന്നെ അവർ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവർണറെ കോഴിക്കോട് ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല, കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അത് ആവർത്തിച്ച് പറയുന്നു. അതിലവർ പരാജയപ്പെടുന്നു. ഗവർണർ അവിടെ എത്തുന്നു. അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിനെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധം സ്വാഭാവികമായിട്ടും അദ്ദേഹം വരുന്ന സമയത്താണ് തുടങ്ങേണ്ടത്. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ നടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ അറസ്റ്റ് വരിച്ചു പോകുന്നു. അപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതിഷേധമായിട്ട് അത് രൂപാന്തരം പ്രാപിക്കുന്നു. അവസാനം ഗവർണർ അവിടെ എത്തുന്നു, കാലുകുത്തുന്നു. ആ സമയത്ത് അദ്ദേഹം ഇങ്ങോട്ടാണ് വരുന്നത് എങ്കിൽ അങ്ങോട്ടുള്ള വഴിയിൽ പ്രതിഷേധം നടത്തി എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം SFIക്കെതിരെ ഉണ്ടാകുന്നു. അവസാനം അദ്ദേഹത്തെ അവിടെ കാലുകുത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിൽ തങ്ങളുടെ സമരം പരാജയപ്പെട്ടു എന്ന് തോന്നിയപ്പോഴേക്കും ഇതൊരു ബാനർ സമരമായിട്ട് മാറുന്നു. നിരവധി ബാനറുകൾ അവിടെ വരുന്നു. അവസാനം ആ ബാനറുകളെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ഗവർണർ ആവശ്യപ്പെടുന്നു. അങ്ങനെ ബാനറുകൾ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. അപ്പോൾ അതിലും അവർ പരാജയപ്പെട്ടു. പിന്നീട് ആ ബാനറുകളൊക്കെ രണ്ടാമത് കെട്ടുന്നു. പക്ഷേ അത് കെട്ടുന്നത് ആദ്യം കെട്ടിയിരുന്ന സ്ഥലത്തല്ല എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഞായറാഴ്ച ദിവസം SFI ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിന് അവധി നൽകുന്നു. ഗവർണറുടെ വ്യക്തിപരമായിട്ടുള്ള ചടങ്ങുകളാണ്, അതുകൊണ്ട് അന്നത്തെ ദിവസം സമരവുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. നമ്മളിവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. SFIയേക്കാൾ കുറച്ചുകൂടി മുതിർന്ന യുവജന പ്രസ്ഥാനമായിട്ടുള്ള DYFI മുൻപൊരിക്കൽ ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ ഒരു ഞായറാഴ്ച ദിവസമാണ് ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം നയിച്ചത്. അപ്പോൾ ആ സമയത്ത് ഞായറാഴ്ച അവധി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഇവിടെ ഹർത്താലുകളും ബന്ദുകളും ഒക്കെ നടത്തുന്ന സമയത്ത് ആരെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് പോകുന്നത് എന്നത് കണ്ടുകൊണ്ട് അവരെ അതിൽ നിന്ന് തടസ്സപ്പെടുത്താതിരിക്കുക എന്ന രീതിയൊന്നും തന്നെ ആരും അവലംബിച്ച് കാണാറില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യുന്നു ഗവർണറുടെ കാര്യത്തിൽ. അവസാനം തിങ്കളാഴ്ച ദിവസം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടി നടക്കുന്നു. വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും എന്ന് പറയുന്നു. എന്നാൽ ആ രീതിയിലുള്ള പ്രതിഷേധമൊന്നും കാണുന്നില്ല. ഗവർണർ പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ വാക്കുപാലിച്ചു. അദ്ദേഹം അവിടെ എത്തി, അവിടെ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലെല്ലാം പങ്കെടുത്തു, തിരിച്ചുപോയി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമരമാർഗത്തിൽ SFI പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ ഇടതുപക്ഷത്തു നിന്നുള്ള പല പ്രതിനിധികളും വന്ന് ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് നോക്കൂ, ഞങ്ങളിത് ലിറ്ററൽ മീനിങ്ങിലല്ല ഉദ്ദേശിച്ചിരുന്നത്, പ്രതീകാത്മകമായിട്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തെ കാലുകുത്തിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മെഴുകുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് SFI ഒരു 2 പതിറ്റാണ്ട് കൊണ്ട് മാറി എന്നുള്ളത് SFIയുടെ സമര പോരാട്ടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് SFIക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് വരിക. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിനെ എതിർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിൽ നിങ്ങളുടെ പേരന്റ് ഓർഗനൈസേഷൻ ചെയ്യുന്ന തെറ്റാണെങ്കിലും നിങ്ങൾ അതിനെയും ചെറുക്കാനായിട്ട് പഠിക്കുക. ഇപ്പോൾ ഗവർണർ സർവകലാശാലകളിലൊക്കെ കാവ്യ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ കമ്മി അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെ നിങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനെ സർവകലാശാലകൾ സ്വതന്ത്ര സ്ഥാപനങ്ങളായി തുടരണം എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. പക്ഷേ കണ്ണൂർ VC നിയമനത്തിൽ ഉൾപ്പെടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അത് കണ്ടില്ല. ആ പുനർനിയമനം എന്നതിൽ സർക്കാരിൻ്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു. അത് ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. പ്രോ ചാൻസലർക്ക് ഒരു ശുപാർശ നൽകാനായിട്ടുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ല എന്നൊക്കെ പറയുകയും അത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യത്തിന് അനുസൃതമായിട്ടാണ് അവിടെ ഗവർണർ തീരുമാനമെടുത്തത് ചാൻസലർ എന്ന നിലയ്ക്ക് എന്നൊക്കെ പറയുന്ന ഒരു സുപ്രീം കോടതി വിധി വന്നിരുന്നപ്പോൾ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് കമാന്ന് 2 അക്ഷരം മിണ്ടിയില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമര പോരാട്ടം എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായി മാറുന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഇനിയാണെങ്കിലും നിങ്ങൾ വിദ്യാർത്ഥികളുടെ ജെനുവിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക. എവിടെയാണോ അനീതി അതിനെതിരെ പ്രതികരിക്കുക. അതിനുള്ള തൻ്റെ ഇടവും കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.